ഹായ് മക്കളെ. അപ്പോൾ അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും രാവിലെ എന്ത് ചായ കുടിച്ചോ? അമ്മ എന്നിട്ട് രാവിലെ ചായ ഇട്ട് താണ്ടെ ചൂട് ചായ കുടിക്കാൻ പോകുന്നു. അപ്പോൾ അമ്മ നല്ല വിശപ്പ്. അപ്പം അമ്മ നല്ല സൂപ്പർ ഒരു സാധനം കുടിക്കും. നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? ചേമ്പും കപ്പക്കിഴങ്ങും പുഴുങ്ങിയതും കൊച്ചുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും എല്ലാം നല്ല ചാലിച്ച് ഇത് രണ്ടും അമ്മ രാവിലെ കഴിക്കുന്നുണ്ട്. പിന്നെ അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് തിരച്ച് കറി വെക്കണം. പിന്നെ മത്തങ്ങയും പയറും കറി വെക്കണം. അതൊക്കെ അമ്മ കാണിച്ചു തരാം. അപ്പം അമ്മ രാവിലെ ഇട്ടിട്ടുണ്ട്. അപ്പം കാപ്പി കുടിക്കട്ടെ. അമ്മയുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ചേമ്പും കപ്പക്കിഴങ്ങും പുഴുങ്ങിയതും ഉള്ളി ഉടച്ചതും ചായയും. അപ്പം അമ്മ കുടിക്കട്ടെ. ചേമ്പ് വായെടുത്തിട്ടായിരുന്നു തിന്നു വരുന്നു. ബാക്കി ഒരു കഷ്ണം പുളിമുളക് ഞാൻ തിന്നുക. അപ്പോഴേ അമ്മ ഇന്ന് മത്തങ്ങയും പയറും വെക്കുന്നതല്ലതാ. പയർ നല്ല വെന്ത് കണ്ട, പയർ നല്ല വെന്തിട്ട് ശേഷം അപ്പം മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് കറിവേപ്പില ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നെ വെന്തതിന് ശേഷം നമുക്ക് വെള്ളം അരപ്പ് ചേർക്കാം. തിരണ്ടി അമ്മ കണ്ടിവിടെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കണ്ടിട്ട്. പിന്നെ തിരണ്ടിക്ക് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള അരപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കേ മത്തങ്ങയും പയറും കറി വെക്കാനുള്ള അരപ്പ് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അമ്മ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തിരണ്ടി കറി വെക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് കറി വെക്കാനായിട്ട് അമ്മ എടുത്ത് വെച്ചേക്കുന്നത് ആണ്ടേ കൊച്ചുള്ളി, 2 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ കറിവേപ്പില. ഈ അരപ്പിനകത്ത് അമ്മ വടക്കമ്പുളി ഇട്ടിട്ടുണ്ട്. അരപ്പ് ഇന്നലെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് വടക്കമ്പുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ ആദ്യം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കും. ഉള്ളി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മത്തങ്ങയും പയറും എല്ലാം കൊണ്ട് ഇവിടെ കിടന്ന് വേവും. ഈ മത്തങ്ങയും കൂടെ വെന്താൽ മതി. പയർ വെന്തതാണ്. സൂപ്പർ ടേസ്റ്റാണ് ഈ മത്തങ്ങയും പയറിട്ടിട്ടുള്ള എരിശ്ശേരി. വലിയ പയറിട്ട് വെക്കണം. അതാണ് ഒന്നുകൂടെ അടിപൊളി. അപ്പോൾ വൃശ്ചിക മാസമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞിയൊന്നും കിട്ടിയോ? അമ്മയ്ക്ക് കഞ്ഞിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് വയന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ലാസ്റ്റ് ഇടാം. വടക്കമ്പുളി ഇടുന്നുണ്ട് അമ്മ 2 കേട്ടോ. അതുകൊണ്ട് ഒരു തക്കാളി ഇടുന്നുണ്ട്. പിന്നെ തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ഉപ്പ് ഇടുന്നോളെ. കുറച്ച് ഉപ്പ് ഇടുള്ളൂ. പിന്നെ ഉപ്പ് നോക്കിയിട്ടില്ല. എന്താ തക്കാളി ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് തേങ്ങ വറുത്തരച്ച് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ന് എരിയണേ. ഇന്നലെ നമ്മൾ അരച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വെച്ച കറികളൊക്കെ ഒരുപാടായി പോയെന്ന് അമ്മ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് നമുക്കതൊന്ന് ഉടച്ചിട്ട് അപ്പോൾ നമ്മളെ അരപ്പ് ഇന്നലെ ഫ്രിഡ്ജിൽ ഇരുന്നത് നല്ല കട്ടയാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് അലിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ അരപ്പ് നല്ലോണം അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നതിന് ശേഷം അമ്മ കാണിച്ചു തരാം. അലിഞ്ഞ് ചേർക്കാനത് കാണിക്കാം. അപ്പോൾ മത്തങ്ങയും പയറെല്ലാം വേവട്ടോ. അപ്പോൾ അരപ്പ് കൂടെ ലൂസായിട്ട് നമുക്ക് കാണിക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയും പയറെല്ലാം വെന്തതാണ് കണ്ടോ. നല്ല സെറ്റായിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിടും. ഈ മത്തങ്ങയും പയറിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം അമ്മ അരപ്പ് ചേർക്കുക. വെള്ളം ഇട്ടിട്ട് അരപ്പ്. അപ്പം നമ്മൾ ഈ അരപ്പിരുന്ന പാത്രം കൂടെ മിക്സിയും കൂടെ ചെറുതായിട്ടൊന്ന് കുലുക്കി ഇവനെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കാം. ഒരു തീ കൂട്ടിയിട്ട് കൊടുക്കാം. തീ ഇട്ടിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് കടു വറുത്ത് ഇടണം. അപ്പം മത്തങ്ങയും പയറൊടിഞ്ഞ് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പ് വേണ്ട. അരപ്പൊക്കെ നല്ല തിളച്ച് നല്ല കുറുകട്ടിൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന തിരണ്ടി കഷ്ണങ്ങൾ കണ്ട പിഴിഞ്ഞ്
ഇട്ട് കൊടുക്കാം. അല്ല നല്ല കണ്ടോ. ഇനി ഇതിവിടെ കിടന്ന് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇത് വെന്തിട്ട് നമുക്ക് അതിനകത്തുള്ള കടു വറുക്കാനുള്ള എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കടു വറുക്കാനുള്ളതും പിന്നെ ഇത് മീൻകറിക്കിടാനുള്ളതും. അപ്പം അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ തിരണ്ടിക്കറിയൊക്കെ അതാണ്ട് വേണ്ട നല്ല വെന്തതാ, നല്ല സൂപ്പർ വേണ്ട, നല്ല അടിപൊളി സെറ്റായി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ചൂരമീൻ എന്ന് വെച്ചാൽ അത് അമ്മ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിശ്ശേരി, അപ്പോഴും മത്തങ്ങ പട്ട് എരിശ്ശേരി, ചോറ്. അപ്പം അമ്മ ചോറിലേക്ക് എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വന്നാൽ നല്ല ചൂട് ചോറും നമ്മളെ തിരണ്ടി വറുത്തരച്ച കറിയും മത്തങ്ങയും പരട്ടച്ച കറിയും ചൂട് വറുത്തതും എല്ലാം. അപ്പം അമ്മ കഴിക്കട്ടെ, നമുക്ക് ചോറ് വേണം. അപ്പം അമ്മ ചോറ് എന്താ അമ്മ ചൂട് ചോറും പയറുകറിയും തരണ്ടിക്കറിയും ചൂര പൊരിച്ചും വെച്ചിട്ട് അമ്മ കഴിക്കാൻ പോവുകയാണേ. എല്ലാവരും 4 മണിക്ക് വല്ലതും ഉണ്ടാക്കുക. അമ്മ ഇങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മധുരം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇപ്പോൾ ഒരു സീസണിൽ ഏത്തക്ക വെച്ചിട്ടുള്ളൊരു കുഴക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ഇതുവരെ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമുക്കത് ഉണ്ടാക്കാം. ആദ്യം അരിപ്പൊടി അമ്മ താണ്ട് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് കുഴച്ചിട്ടുണ്ട്. പിന്നെ ഏത്തക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ടേ, പുഴുങ്ങിയെടുത്ത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇത് മാവിലോട്ട് ചേർക്കണം. പിന്നെ നമ്മുടെ അവിൽ ശർക്കര തേങ്ങ ഏലക്ക എല്ലാം നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നല്ലോണം ഈ മാവിനകത്തിട്ട് കുഴച്ചെടുക്കണം. ഇത് കുഴച്ച് എടുത്ത് സെറ്റാക്കിയിട്ടൊന്ന് കഴിച്ചത്. എല്ലാവരും ഇത് ഉണ്ടാക്കിയെന്ന് അറിയാം, ഉണ്ടാക്കാത്തവരിതൊന്ന് ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നല്ല രുചിയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കും അത് ഉണ്ടാക്കി നോക്കാം. സാധാരണ ഏത്തപ്പഴം അതിനകത്തല്ലേ വെക്കുന്നത്, നമുക്ക് ഏത്തപ്പഴം പുറത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. പുറത്തല്ല, മാവിലോട് വേവിച്ച് പുഴുങ്ങി ഉടച്ച് മാവിൽ ചേർത്ത് നമുക്ക് ആ കുഴക്കട്ട ഉണ്ടാക്കി നോക്കാം. ഇത് ഇരിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര വിശപ്പാണ്. എന്താണ് അറിഞ്ഞൂടെ, ഇത് വല്ല വിശപ്പിൻ്റെ അസുഖം കയറിയതാണോ എന്ന് അറിയത്തില്ല. 4 മണിക്ക് ചായയൊക്കെ ഇട്ടോ. അപ്പം ഇതാകുമ്പോഴേ നമുക്ക് ഇരട്ടിയല്ലേ, ആവിയിൽ പുഴുങ്ങുന്നതല്ലേ, പിന്നെ ഇതിനകത്ത് എണ്ണയൊന്നും ഇല്ലല്ലേ എന്നും പറഞ്ഞ് ഞാൻ എണ്ണപ്പലഹാരം ഇപ്പം തിന്നാനൊന്നും ഇരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കത്തില്ലേ. എന്താ ഒരേത്തപ്പഴേ അമ്മ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് 1-2 എടുക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. കണ്ട, നമുക്കിത് കൈ കഴുകിയിട്ട് വരാം. കൈ കഴുകിയിട്ട് വന്നിട്ട് ഇത് അമ്മ കുഴച്ച് കാണിക്കാം. അപ്പോഴേ നമ്മൾ താണ്ടേ കണ്ട, നമുക്കിത് ഒരെണ്ണം അമ്മ കാണിച്ചു തരാം. എന്നിട്ട് അമ്മ ഇതെല്ലാം കണ്ട നല്ലോണം കുഴച്ച് ലേശം ഉപ്പ് കുറവുണ്ട് മാവിന്. അപ്പോൾ നമുക്ക് സ്വല്പം ഉപ്പ് നീര് കൂടി ഒഴിക്കാം. ലേശം ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കിണ്ടാം. ഉപ്പ് കുറവുണ്ട്, അതിപ്പോഴേ അമ്മ നോക്കിയത്. അമ്മ ഉപ്പ് ഒഴിച്ചായിരുന്നു, പക്ഷെ ഇത്ര കുറയുമെന്ന് അറിഞ്ഞില്ല. ഇതൊരുപാട് കുറവുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം. ഉപ്പ് നീരായതുകൊണ്ടേ പെട്ടെന്ന് കണ്ട. നമ്മൾ കുറച്ച് ഉപ്പ് നീരും കൂടെ തളിച്ച് മാവ് നല്ലോണം കുഴച്ചിട്ടുണ്ട്. അമ്മ എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട നമുക്ക് അപ്പോഴത്തേന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. അല്ല, വെള്ളം ചൂടാക്കാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു കുഴക്കട്ടയുടെ ഫില്ലിങ്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്ത് വെക്കാം, ചെയ്ത് പുഴുങ്ങാം. കണ്ട, ഇതിനകത്തോട്ട് സ്വല്പം അവിലും തേങ്ങയും കൂടെ വെച്ചിട്ട് കണ്ട 4 വശവും ഇതിനടച്ച് കണ്ട. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. കണ്ട
ഉണ്ടോ? ഇനി അമ്മ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോഴേ മക്കളെ അമ്മ ആ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കി കണ്ട നല്ല സൂപ്പർ കുഴക്കട്ട. അപ്പം നമുക്കിത് പൊളിച്ച് കാണിച്ചു തരേ. കണ്ടോ ഉണ്ടോ? അവിലും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടോ നല്ല സൂപ്പർ കുഴക്കട്ട. അപ്പം എല്ലാവരും 4 മണിക്ക് ചായയൊക്കെ കഴിച്ചോ? അപ്പം അമ്മ കുഴക്കട്ട കഴിക്കട്ടെ? വേണോ കുഴക്കട്ട? കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ ഇത് കണക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ വാഴപ്പഴത്തിൻ്റെ മധുരവും ഏത്തക്ക വേണ്ടവർക്ക് കുറച്ചും കൂടെ, വാഴപ്പഴത്തിൻ്റെ മധുരവും അവിലും ശർക്കരയില്ലാത്ത നല്ല ടേസ്റ്റ്. പുറത്തും മധുരമുണ്ട്, അകത്തും മധുരമുണ്ട്, നല്ല ടേസ്റ്റ്.